നിന്നെയൊന്നും ഡോക്ടറെന്ന് ചേർത്ത് വിളിക്കാൻ ഒട്ടും യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം സേജൽ എന്നുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം. നീ മോശക്കാരിയാണെന്ന് വിളിച്ചു പറയാൻ നിന്റെ വാദന്നെ ധാരാളം. അതിന് വേറൊരാളുടെ ആവശ്യമേ ഇല്ല. മരണപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഒഴുക്കേണ്ട സാമാന്യ മര്യാദ പോലും നീ എന്ന വ്യക്തി കൊടുത്തിട്ടില്ല. ഇതിനെയൊന്നും ഒരു ഷോയുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. ഇതുപോലെ വിഷം ചീറ്റുന്ന ഒരു വ്യക്തി മതി, ഈ സമൂഹം തന്നെ നശിക്കും. ഇതുപോലുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാണ് മെഡിക്കൽ അഡ്മിഷൻ കിട്ടുന്നത്? എത്രയോ പാവപ്പെട്ട ആളുകളാണ് അഡ്മിഷൻ കിട്ടാതെ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് മൂലം ആത്മഹത്യ വരെ ചെയ്യുന്നത്. അതുപോലെ അർഹതപ്പെട്ട ആർക്കെങ്കിലും ആണ് ആ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലുള്ളതൊക്കെ കേൾക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് മര്യാദയില്ല, ബഹുമാനമില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷെ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ശരീരത്തെ പോലും ബഹുമാനിക്കാനും പഠിക്കാതെ അതിനെ വളരെ വൃത്തികെട്ട രീതിയിൽ ഇതുപോലെ ഹാസ്യവൽക്കരിച്ച് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ മനസ്സ് വന്ന് നിങ്ങൾക്ക്? ഒരു ഊള ഷോ, മണ്ടൻ അവതാരകൻ, കുറെ മണ്ടന്മാരായ ഓഡിയൻസ്. അവൾ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം അതുകൊണ്ടാണ് അവൾ ചിരിക്കുന്നത്. അത് കേട്ട് കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ നിങ്ങൾ എന്ത് തരം മനുഷ്യന്മാരാണ്? ഇതേ ഷോയിൽ തന്നെ വേറൊരുത്തരുണ്ടായിരുന്നു, 370 രൂപ ബിരിയാണി. ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. കാരണം അത്ര വൈറലായിരുന്നു, അവൻ്റെ ജോലിയും പോയി, നന്നായി. ഒരു സ്ത്രീയെ അവളുടെ സ്ത്രീത്വത്തിന് ഇത്രയും മോശമായിട്ട് അപമാനിച്ച് ഒരു ബിരിയാണി വാങ്ങി കൊടുക്കുന്നത് കൺസെന്റ് ആണെന്ന് വിശ്വസിച്ച ഇതുപോലൊരു മരപ്പാഴ് ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ച് അവിടെ ആങ്കറായിട്ടിരിക്കുന്നവനും അവിടെ ഇരുന്ന് കൈയടിച്ച് കൂവി വിളിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള കുറേ മൊണ്ണകളും എല്ലാവരും അറിയാൻ വേണ്ടി പറയുക, എടേ നീയൊക്കെ ഏത് ലോകത്ത് ഈ ജീവിക്കുന്നത്? വിവരമില്ലായ്മ അലങ്കാരമായിട്ട് മാത്രമല്ല, ഒരു അഹങ്കാരമായിട്ടൂടെ കൊണ്ടു നടക്കുന്ന കുറെ മൊണ്ണകളാണ് ആ ഷോയിലുള്ളത്. നിന്നെയൊന്നും പറഞ്ഞു തിരുത്താൻ പറ്റത്തില്ല. കാരണം എന്താ? പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള വിവരം നിങ്ങൾക്കില്ല. അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചൊല്ലാണ്, പോത്തിന്റെ ചെവിയിൽ വേദം ഊതിയിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ക്ഷമാപണം പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇതെന്ന് മനസ്സിലാക്കി നീ വന്ന് ക്ഷമ പറഞ്ഞില്ലേ, അവിടെയുണ്ട് നിന്റെ വിവരം എത്രയുണ്ട് എന്നുള്ളത്. നീയൊക്കെ എങ്ങനെയാണ് ഡോക്ടർ പരീക്ഷ പാസ്സായതെന്ന് എനിക്കറിയില്ല. പിന്നൊരു കാര്യം, ഈ ഒരു വിഷയത്തെ ജെൻഡർവൽക്കരിച്ച് കാണാതിരിക്കും പ്ലീസ്. ആണ് ചെയ്തപ്പോൾ ഇങ്ങനെ, പെണ്ണ് ചെയ്തപ്പോൾ ഇങ്ങനെ, അങ്ങനെയല്ല. രണ്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ തെറ്റിന്റെ വ്യാപ്തി കൂടുതലാണെന്നേ ഉള്ളൂ. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, ഈ പ്രശ്നത്തിന് ശേഷം അവളുടെ ഫോളോവേഴ്സ് കൂടി 200K ആയി. ആ 200K ആളുകളോടുള്ള എൻ്റെ ചോദ്യം, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത്രയും വിവരദോഷിയായിട്ടുള്ള ഒരാൾക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് എന്ത് പറയണമെന്നുള്ള ധാരണ പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇൻഫ്ലുവൻസർ ടാഗ് കുത്തി കൊടുക്കുകയാണോ നിങ്ങൾ? അവസാനമായിട്ടൊരു കാര്യം, ഇതുപോലുള്ള മരപ്പാഴികൾക്ക് ഇനിയെങ്കിലും അവസരം കൊടുക്കരുത്. അർഹതയുള്ളവർക്ക് അംഗീകാരം കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതുപോലുള്ള ചിറ്റത്തരം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ്